പി.ടി. തോമസ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ പി.ടി. തോമസിന്റെ മൂന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി അന്നദാനവും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. അന്തരിച്ച കോൺഗ്രസ് നേതാവും മുൻ എംപിയുമായിരുന്ന പി.ടി. തോമസിന്റെ അനുസ്മരണാർത്ഥമാണ് പി.ടി. തോമസ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ പി.ടി. തോമസിന്റെ മൂന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി അന്നദാനം നടത്തിയത്. നമ്മുടെ മുൻ എംപിയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റുമായിരുന്ന പി.ടി. തോമസ് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 3 വർഷം തികയുകയാണ്. പി.ടി. തോമസിന്റെ ഓർമ്മ ഈ നാട്ടിൽ നിലനിൽക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിലെ പാവപ്പെട്ട രോഗികൾക്കും അതുപോലെ തന്നെ രോഗികളെ ശുശ്രൂഷിക്കാൻ നിൽക്കുന്നവർക്കും ഒരു നേരത്തെ അന്നം പി.ടി. തോമസിന്റെ നാമധേയത്തിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അന്നദാനത്തിന് മുന്നോടിയായി അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. നിലപാടുകളുടെ രാജകുമാരനായിരുന്നു പി.ടി. തോമസ് എന്ന് യോഗത്തിൽ സംസാരിച്ചവർ അനുസ്മരിച്ചു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഫൗണ്ടേഷൻ നിയോജക മണ്ഡലം കൺവീനർ ഒ.ആർ. ശശി അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ്, സി കെ പ്രസാദ്, ബിന്ദു രാജേഷ്, എൻ സജികുമാർ, രവീഷ് രവീന്ദ്രൻ, അടിമാലി പ്രസ് ക്ലബ്ബ് മുൻ സെക്രട്ടറി വി.ആർ. സത്യൻ, അടിമാലി ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് മനു കുറുമുള്ളിൽ, മറ്റ് ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു. അടിമാലി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സഹകരണത്തോടെയായിരുന്നു അന്നദാനം നടന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.